ഇടിയപ്പം ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബിരിയാണി വന്നിട്ടൊന്ന് റെസിപ്പി നോക്കിയിട്ട് പോയി. അപ്പോൾ ഇതിനായിട്ട് ചോറക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരിയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ജൈ അരി എടുത്തിരുന്നത്, നിങ്ങളെടുത്ത് ഏത് അരിയുള്ളത് ആ അരി എടുക്കുക. എന്നിട്ട് 8-9 മണിക്കൂർ സമയം എല്ലാം പൂത്തിരി വെക്കണം. എല്ലാം കാര്യം കുറച്ച് പണി പിടിക്കാം. അപ്പോൾ 8 മണിക്കൂർ 9 മണിക്കൂർ സമയം പൂത്തിരി വെച്ചെങ്കിൽ നല്ല അരിൻ്റെ കിട്ടും. നല്ല മൈബോ പോലെ മിക്സിൻ്റെ ജാറിൽ അരിച്ചെടുക്കുക. രണ്ടാമത്തെ ബാച്ച് ഇറക്കുമ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിന് 3 പ്രാവശ്യമായിട്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു തവ അടുപ്പിൽ വെച്ചിട്ട് നല്ല ചൂടായി പിന്നെ ഇല്ലേ ഈ പുട്ടിനയിലേക്ക് വെച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല പാങ്ങൽ മിക്സ് ആക്കണം. നല്ല പാങ്ങൽ നല്ല അങ്ങനെ ഇല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടില്ലേ നല്ല കട്ടിയായിട്ട് വരണം. അപ്പോൾ ഇത് വെള്ളം കടുമ്പാക്കാനുള്ളത് നമുക്ക്. അപ്പോൾ അതിനോണ്ട് കട്ടിയാക്കിയിട്ട് എടുക്കണം. പത്തിൽ നല്ല പുതുക്കുന്നില്ലേ അതുപോലെ തന്നെ പുതുക്കിയിട്ടെടുത്തെങ്കിലേ. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടെടുത്ത് നല്ല പോലെ മിക്സ് ആക്കുന്ന. അപ്പോൾ ഈ തവയിൽ പുതുക്കുന്ന സമയത്ത് ഒരു ഭാഗം ബന്ധതും ഭാഗത്തത് അങ്ങനെയെല്ലാം ഉണ്ടാവും, കട്ടിയായിട്ടും വെള്ളമായിട്ടും അങ്ങനെ. അപ്പോൾ അത് നല്ല പാല് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് അപ്പച്ചമ്പിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് തട്ട് വെച്ച് കൊടുക്കുക. വെള്ളം കുറച്ചധികം തന്നെ വെച്ച് കൊടുക്കുക, കുറച്ച് സമയം തിളക്കാനുള്ളത്. എന്നിട്ട് വലിയ വലിയ ബോൾസ് ആക്കിയിട്ട് നടുവിൽ ഇതുപോലൊരു ഹോൾസ് ഇട്ടിട്ട് മറിച്ചിട്ടിട്ട് വെക്കുന്നതിന് ഈ ഹോൾസുള്ള ഭാഗം താഴോട്ടായിട്ട് വെക്കുന്നുണ്ടാ. അതെങ്ങനെയല്ലെങ്കിൽ അതിലേക്ക് ആവി നിൽക്കാതിരിക്കാൻ, ആവിൻ്റെ വെള്ളം ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ വെള്ളം അതിൻ്റെ ഉള്ളിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് എടുത്തോളൂ, അറിയാത്തവരുണ്ടെങ്കിലാ. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കാല്ല. ഇത് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റിട്ടെങ്കിൽ പെട്ടെന്ന് വേലല്ല. എന്നിട്ട് 1 മണിക്കൂർ സമയം നമുക്കൊന്ന് വേകാൻ വേണ്ടി വെക്കണം. അതിലൊരു 20 മിനിറ്റ് ഫാസ്റ്റ് തീയിൽ വെക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ബാക്കിയുള്ള സമയം വേവിച്ചെടുക്കാം. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ സമയത്തോളം വേണ്ടി വരും വേൻ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പാൽ റെഡിയാക്കണം. അതിന് 1.5 മുറി തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് കൊടുത്ത്, മധുരത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് കൊടുത്ത്, എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അതിൻ്റെ മധുരം ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുത്ത്. പിന്നെ ഇങ്ങനെ പാലുണ്ടാക്കുമ്പോൾ കുറേ ആൾ ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. എനിക്കതൊന്നും ഇഷ്ടമല്ല. എനിക്ക് ആ വെള്ളത്തിൻ്റെ എണ്ണ ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം. ഏലക്കായ ഇതൊന്നും എനിക്ക് ഇഷ്ടമാകുന്നില്ല. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് പോയി, ഏലക്കായും മറ്റു ഉള്ളിയെല്ലാം ഇട്ട് നമുക്ക്. അപ്പോൾ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ നല്ല പാങ്ങൽ അരിച്ചിട്ട് അരിപ്പയിൽ അരിച്ചെടുക്കുന്ന ഇതുപോലെ 2 പ്രാവശ്യം അരിച്ചെടുക്കാം. വസ്ത്രത്തിൽ കുറച്ചധികം പിന്നെ അരിച്ച വെള്ളം ഉണ്ടല്ലോ, ഇനി രണ്ടാമത് കുറച്ച് വെള്ളം വെച്ചിട്ട് ആ പീരനെ ഇട്ടിട്ട് രണ്ടാമത് അരിച്ചെടുത്തെങ്കിൽ പാല് റെഡിയായി. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ച് നമ്മൾ കടുമ്പും വെന്തിട്ട് വന്നിനാ. ഇനി ഈ കടുമ്പിന് നമ്മൾ മെഷീൻ ഉണ്ടല്ലോ, ഇടിയപ്പത്തിൻ്റെ മെഷീന്, അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് ഇടിയപ്പാക്കിയിട്ട് എടുക്കണം. നല്ല വെന്ത് വന്നിട്ടുണ്ടാവും. ഓരോന്ന് കടുമ്പ് ഇടാൻ പറ്റുന്നു. വലിയ കടുമ്പാക്കി വെച്ചെങ്കിൽ ഓരോന്ന് കടുമ്പ് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ. എന്നിട്ട് തിരിച്ചിട്ട് അടിയിലൊരു പാത്രം കാണിച്ചിട്ട് ഇടിയപ്പം എടുക്കാം നമുക്ക്. കണ്ടില്ലേ നല്ല അടിപൊളി ഇടിയപ്പം ഉണ്ടാവും. അപ്പോൾ ചോറിൻ്റെ അരിയിൽ തന്നെ ഉണ്ടാക്കണം. ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരിയിൽ തന്നെ ഉണ്ടാക്കണം ഇടിയപ്പം. മറ്റേതരിയും ഈ ഒരു ഇതിൽ കിട്ടില്ല. ഇതെങ്കിലും നല്ല ടോറ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നുണ്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. നല്ല നൂല് പോലെ ആയിട്ട് ഉണ്ടാവും, ഒറ്റോറ്റായിട്ട് നല്ല നൂല് പോലെ ആയിട്ട് വരുന്നത്. നൂഡിൽസ് എല്ലാം ഉണ്ടാകുന്നില്ല, അതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പം കറി കൂട്ടിയിട്ട് തിന്നാനോ പാല് കൂട്ടി തിന്നാനോ ഏതുപോലെ തിന്നാനോ നിങ്ങൾക്കെല്ലാം ഇഷ്ടം അതൊന്ന് കമൻ്റ് ആക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കാനും ഷെയർ ആക്കാനും ആരും മറക്കണ്ട. എല്ലാവരും ഒന്ന് ലൈക്ക് ആയിക്കോളും, ഷെയർ ആയിക്കോളും. പിന്നെ ഇൻസ്റ്റയിൽ കാണുന്നവരെങ്കിൽ ഒന്ന് ഫോളോ ആയിക്കോളും.